കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അന്നേ ദിവസം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക. ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദേവീതി കപ്പൊന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ശല്യമാണ്. സീസൺ 5 കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് ശോഭയാണെന്ന് പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ മൊത്തം നടന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ യാഥാർത്ഥ്യം ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എൻ്റെ അടുത്തും എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് 2-2.5 വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയാണ്. ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് ഞാൻ ഇതിങ്ങനെ പോട്ട് എല്ലാ ആൾക്കാരും കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് പലതും പറയും. ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയായിരുന്ന ശോഭയ്ക്കെതിരെ സീസൺ 5 വിജയിയായ അഖിൽ മാരാർ രംഗത്ത്. ശോഭയാണ് വിജയി എന്നാണ് ഇപ്പോഴും പലരോടും ശോഭ പറയുന്നത്. തൻ്റെ കയ്യിലുള്ള ബിഗ് ബോസ് വിന്നറുടെ ട്രോഫി തിരിച്ചു നൽകാമെന്നും അഖിൽ മാരാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും ബിഗ് ബോസിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണിത് എന്നാണ് അഖിൽ മാരാരുടെ വാക്കുകൾ. സീസൺ 7ൻ്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദയവായി അവിടേക്ക് എന്നെ വിളിക്കുക. ഞാൻ അവിടെ വരാം. സീസൺ 5 എനിക്ക് ലഭിച്ച കപ്പും കൊണ്ടായിരിക്കും ഞാൻ വരിക. ആ കപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾ ശോഭയ്ക്ക് കൊടുക്കുക എന്നാണ് വീഡിയോയിൽ അഖിൽ മാരാർ പറഞ്ഞത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ ബിഗ് ബോസിനോ പ്രേക്ഷകർക്കോ ശോഭ തരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമേൽ ശല്യമാണ്. ജയിച്ചത് ഞാനല്ല ശോഭയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. കാണുന്ന ആൾക്കാരോട് മൊത്തം ശോഭ ഇത് പറയുന്നു. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എന്നെയും എനിക്ക് വോട്ട് ചെയ്ത് പ്രേക്ഷകരെയും കോമാളിയാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. 2.5 വർഷത്തോളമായി ഇത് സഹിക്കുന്നു. ഇതുപോലെ അസൂയുള്ള വ്യക്തിയെ വേറെ കണ്ടിട്ടില്ല. ഇപ്പോഴും PR എന്നാണ് പറയുന്നത്. ജനങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വോട്ട് ചെയ്തത് എന്ന് ശോഭ മനസ്സിലാക്കണം. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് ശോഭ ആരെയാണ് PR ഏൽപ്പിച്ചത് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ പോകുന്ന സമയം എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസയില്ല. ബിഗ് ബോസിൽ പോയി ഒരു 25 ദിവസം പിടിച്ചു നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് എൻ്റെ കടങ്ങളെല്ലാം ഒരു പരിധിവരെ തീരുമെന്ന് കരുതി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഞാൻ. ഞാൻ 10 പൈസ കൊടുത്ത് ആർക്കെങ്കിലും PR നൽകുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്.